ഭാവിയിലും ഒരുപക്ഷെ നമ്മുടെ അടിമകളാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ശക്തികളെ തടയുന്നതിന് അതിനാവശ്യമായിട്ടുള്ള പ്രതിരോധമോ അതിനാവശ്യമായിട്ടുള്ള കാഴ്ചപ്പാടോ ഈ സ്വാതന്ത്ര്യ സമരം നടത്തുന്ന നേതൃത്വത്തിൻ്റെ പോലും മനസ്സിലില്ല എന്ന്. ജാതീയമായും അതുപോലെ മതപരമായും ഒക്കെ നാം ഭിന്നിച്ചു നിൽക്കുകയാണ് എന്ന്. നമ്മുടെ ഈ ദൗർബല്യമാണ് വിദേശികളിൽ നമ്മെ അടക്കി ഭരിക്കുന്നതിന് കാരണമാകുന്നത് എന്ന് മനസ്സിലാക്കിയ സംഘസ്ഥാപകൻ ദീർഘവീക്ഷണത്തോടുകൂടി ഇനി ഒരിക്കലും ഒരു വിദേശിയും നമ്മളെ അടിമകളാക്കാൻ ഉള്ള അവസരം ഉണ്ടാകാത്ത വിധത്തിൽ നമുക്ക് ശക്തമായ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി കെട്ടിപ്പടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു സംഘടന, വളരെ ലളിതമായ പ്രവർത്തന പദ്ധതിയോടുകൂടിയ ഒരു സംഘടനയ്ക്ക് രൂപം നൽകുകയും ചെയ്തു. അതാണ് 1925 സംഭവിച്ചത്. അപ്പോഴും സംഘം ആരംഭിക്കുന്ന 1925 അദ്ദേഹത്തിന്റെ ആത്യന്തികമായിട്ടുള്ള പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത് രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യം തന്നെയായിരുന്നു. അത് സംഘവുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകും. 1925 മുതൽ RSSൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട്. അത് ഇന്നും 100 വർഷം പിന്നിടുന്ന സന്ദർഭത്തിൽ ഇന്നും ആ പ്രതിജ്ഞ സംഘവുമായി ബന്ധപ്പെട്ട എല്ലാവരും, മുഴുവൻ സ്വയം സേവകരും ചെല്ലുന്ന ഒരു പ്രതിജ്ഞയുണ്ട്. ആ പ്രതിജ്ഞയിൽ അന്ന് മുതൽ 1925 മുതൽ ഡോക്ടർ ജി മരിക്കുന്നത് 40-ലാണ്. അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം 47-ൽ സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ ആ പ്രതിജ്ഞ ചൊല്ലിയിരുന്നത് സർവശക്തനായ ശ്രീ പരമേശ്വരനെയും നമ്മുടെ പൂർവികരെയും സ്മരിച്ചുകൊണ്ട് ഞാൻ ഈ പ്രതിജ്ഞ ചെയ്യുന്നു. നമ്മുടെ പവിത്രമായ ഹിന്ദുധർമ്മം, ഹിന്ദു സംസ്കാരം, ഹിന്ദു സമാജം എന്നിവയെ സംരക്ഷിച്ചിട്ട് ഈ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ഞാൻ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ഘടകമായി തീർന്നിരിക്കുന്നു. സംഘകാര്യം ഞാൻ ആത്മാർത്ഥതയോടും നിസ്വാർത്ഥ ബുദ്ധിയോടും ധനപൂർവകമായും ചെയ്യും. ഈ വ്രതം ഞാൻ ആജന്മം പാലിക്കും. ഇതായിരുന്നു പ്രതിജ്ഞ. അതായത് ഞാൻ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ഘടകമായി തീർന്നിരിക്കുന്നത് ഈ നാടിന്റെ സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടിയാണ്. ഇതായിരുന്നു പ്രതിജ്ഞ. 1947 ശേഷം സ്വാതന്ത്ര്യം ലഭിച്ച് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രതിജ്ഞയിൽ വന്ന മാറ്റം വളരെ ശ്രദ്ധേയമാണ്. ഇന്ന് സംഘത്തിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പ്രതിജ്ഞ സർവശക്തനായ ശ്രീ പരമേശ്വരനെയും നമ്മുടെ പൂർവികരെയും സ്മരിച്ചുകൊണ്ട് ഞാൻ ഈ പ്രതിജ്ഞ ചെയ്യുന്നു. നമ്മുടെ പവിത്രമായ ഹിന്ദുധർമ്മം, ഹിന്ദു സംസ്കാരം, ഹിന്ദു സമാജം എന്നിവയെ സംരക്ഷിച്ചിട്ട് ഹിന്ദുരാഷ്ട്രത്തിന്റെ സർവതോമുഖമായ പുരോഗതിക്കായി ഞാൻ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ഘടകമായി തീർന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞു വന്നത്. സംഘസ്ഥാപകൻ 1925 മുതൽ RSS ആരംഭിച്ച് 40-ൽ മരണപ്പെടുന്നത് വരെയുള്ള കാലത്തും 47 വരെ സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെയും RSSന്റെ പ്രതിജ്ഞ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ RSSന്റെ പ്രവർത്തകരെ RSSൽ പ്രവർത്തിക്കുന്നത് എന്നായിരുന്നു.